أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله الرحمن الرحيم الرحمن الرحيم അള്ളാഹ് അള്ളാഹുവിൻ്റെ പ്രകൃതം കാരുണ്യമാണ്. കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മത. നിങ്ങളുടെ നാഥൻ തൻ്റെ നഫ്സിന് മേൽ കാരുണ്യത്തെ സ്ഥാപിച്ചിരിക്കുന്നു. അള്ളാഹു അവൻ്റെ ഒന്നായ അഥവാ അഹദായ റഹ്മത്തിനെയാണ്, കാരുണ്യത്തെയാണ് പരാമർശിക്കുന്നത്. അൽ അഹദായ അള്ളാഹുവിൽ ചേർന്നതെല്ലാം ഏകത്വത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു. എന്നാൽ സൃഷ്ടിയെയും സൃഷ്ടിയോട് ചേർന്ന സംവിധാനങ്ങളെയും അവൻ ഇരട്ടകൾ അഥവാ സൗജികൾ ആക്കിയിരിക്കുന്നു. സൃഷ്ടിയിൽ ഖാലിഖായ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇരട്ടയായി മാറുന്നു. ഇരട്ട റഹ്മത്തുകളുടെ റബ്ബാണ് റഹ്മാൻ റഹീം. നൂറിനെ വഹിക്കുന്ന അള്ളാഹുവിൻ്റെ നാമമാണ് അന്നൂർ. റഹ്മത്തിൻ ജോഡിക്കിടയിൽ അള്ളാഹു അന്നൂറാണ്. ഖാലിഖായ റബ്ബിൻ്റെ നാമത്തിൽ ഓതുവാൻ കൽപ്പിക്കുകയും അല്ലാഹക്ക് ആദ്യ ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അതിൻ്റെ പൂർത്തീകരണത്തിനായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആദ്യ വചനം ഇറക്കി നൽകുകയും ചെയ്തതിൽ നിന്ന് അല്ലാഹു സ്രഷ്ടാവാകുന്നതും സൃഷ്ടിക്ക് വേണ്ടി റഹ്മാനുർ റഹീം ആകുന്നതും നൂറെന്ന ഇസ്മ നിമിത്തമാണെന്ന് കാണാം. രണ്ടായ റഹ്മത്ത് സൃഷ്ടിക്ക് കാരണമാവുകയും ഏകവനായ സ്രഷ്ടാവിനെ സൃഷ്ടിയിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യുന്നു. അള്ളാഹു കാരുണ്യം പ്രകടമാക്കുന്നത് തൻ്റെ ജ്ഞാനം പ്രസരിപ്പിക്കുന്നതിലൂടെയാണ്. അവൻ്റെ ജ്ഞാനം അഥവാ അൽമ നൂറാണ്. അത് സമ്പൂർണ്ണ ജ്ഞാനമാണ്. റഹ്മത്തിൻ കടലിൽ നൂറിൻ്റെ പ്രകാശനമാണ് സൃഷ്ടി. റഹ്മത്തിൽ നൂറിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് 7 വ്യത്യസ്തങ്ങളായ മഹാപ്രപഞ്ചങ്ങൾ അഥവാ സമവാത്തുകൾ സൃഷ്ടിക്കപ്പെടുന്നു. സൃഷ്ടാവായ അന്നൂറിൻ്റേതാണ് അസ്മാഉൽ ഹുസ്ന എന്ന സുന്ദര നാമങ്ങൾ. ആ നാമങ്ങൾ അവൻ്റെ സവിശേഷതകളെ ഉദ്ഘോഷിക്കുന്ന അറിവുകളാണ്. നൂറിൽ അവൻ്റെ ഈ സവിശേഷ ജ്ഞാനങ്ങളെല്ലാം ഉൾച്ചേർന്നിരിക്കുന്നു. അവയ്ക്ക് എണ്ണിയാലൊടുങ്ങാത്ത അവസ്ഥാന്തരങ്ങളുണ്ട്. പ്രകാശരശ്മിയിലെ വർണ്ണങ്ങൾ പോലെ നൂറിലവ ഒന്നായി ചേർന്നിരിക്കുന്നു. റഹ്മത്തിൻ സമുദ്രത്തിൽ അവ പ്രകടരൂപം പ്രാപിക്കുമ്പോൾ വൈവിധ്യമാർന്ന സൃഷ്ടിജാലം ഉടലെടുക്കുന്നു. നൂറിലെ ജ്ഞാന സഞ്ചയമാണ് സൃഷ്ടിക്ക് നിദാനമായ ഖദർ. അതിൽ അവയെ നിയന്ത്രിക്കുന്ന അമർ എന്ന കൽപ്പനകളുണ്ട്. ഖദറിൻ്റെ ഉടമയായ അള്ളാഹുവിൻ്റെ നാമം അൽ ഖാദിർ എന്നാണ്. അനാദിയിൽ അള്ളാഹു അൽ ഖാദിർ ആയതുകൊണ്ടാണ് അനാദിയിൽ അവൻ അൽ ഖാലിഖ് എന്ന സ്രഷ്ടാവ് ആകുന്നത്. അർ റഹ്മാൻ സൂറത്തിലെ 4 സമവാക്യങ്ങൾ. അർ റഹ്മാൻ 19-20 ആയത്തുകൾ. മർജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ
الشيطان مرج البحرين يلتقيان بينهما برزخ لا يبغيان. അവൻ രണ്ട് സമുദ്രങ്ങളെ പരസ്പരം ലയിക്കുവാൻ അയച്ചു വിട്ടിരിക്കുന്നു. അവ രണ്ടിനുമിടയിൽ ഒരു തടസ്സമുണ്ട്. അവ പരസ്പരം ലയിക്കുന്നില്ല. ഇഹലോകത്തിൻ്റെ ആവിഷ്കാരമാണ് മേൽ ആയത്തുകളിലുള്ളത്. ഈ ആയത്തുകളിൽ മനുഷ്യ നഫ്സിൻ്റെ ഇഹലോകത്തിന് മുമ്പും പിമ്പുമുള്ള രണ്ട് സമവാത്തുകൾ കൂടി മറഞ്ഞിരിക്കുന്നു. ഇതിൽ ആദ്യത്തേത് അനാദിയിലെ സൃഷ്ടിയാണ്, റൂഹുകളുടെ അഥവാ മലക്കുകളുടെ ലോകം, ആലമുൽ അർവാഹ്. രണ്ടാമത്തേത് ശേഷിക്കുന്നത് ഇഹലോകത്തിന് ശേഷം ഉള്ളത് ബർസഖ് എന്ന ലോകം. മേലായത്തുകളിൽ പറയുന്ന രണ്ട് സമുദ്രങ്ങൾ റഹ്മാനും റഹീമിൻ്റെ രണ്ട് റഹ്മത്തിൻ സമുദ്രങ്ങളാണ്. അതവൻ്റെ രണ്ട് കരങ്ങളാണ്. ആ കരങ്ങൾ കൊണ്ടാണ് മലക്കുകളുടെ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. ആ കരങ്ങൾ അന്നൂറിൻ്റെ ഈ സൃഷ്ടി ലോകത്തെ അല്ലാഹദായ സൃഷ്ടാവിൽ നിന്ന് വേർതിരിക്കുന്നു. നൂറിൽ ഇരു റഹ്മത്തിന് സമുദ്രങ്ങൾ പരസ്പരം ലയിച്ച് ഒന്നാകുന്നതാണ് ആലമുൽ അർവാഹ്. റഹ്മാൻ റഹീമിൻ്റെ സ്ഥലകാലാതീതമായ നൂറിൻ ലോകം. ഇവിടെ ഒന്നായി നിലകൊള്ളുന്ന നൂറ് റഹ്മത്തിൻ്റെ പ്രവാഹത്തിന് പ്രതിബന്ധമാകുന്നില്ല. മറിച്ച് ഇരു റഹ്മത്തുകളെ ഒന്നിപ്പിക്കുന്ന ജ്ഞാനലായകമാകുന്നു. ആലമുൽ അർവാഹിലെ അന്നൂറായ അല്ലാഹു സൃഷ്ടികളുടെ മുമ്പും പിമ്പും കാണുന്നവനാണ്. എന്നാൽ ഇവിടെയുള്ള മലക്കുകളും നഫ്സുകളും അല്ലാഹു അനുവദിക്കുന്ന അത്രമാത്രമേ അന്നൂറിൽ നിന്ന് അറിയുകയുള്ളൂ. ആയത്തിൽ കുറച്ച് സമയലോകങ്ങളുടെ ഉത്ഭവം ഇവിടെ നിന്നാണ്. ഇവിടെയാണ് മനുഷ്യ നഫ്സുകൾ സൃഷ്ടിക്കപ്പെട്ടത്. 6 വ്യത്യസ്ത മഹാസമയക്രമങ്ങൾക്കുള്ളിലായി ഭൂമി കേന്ദ്രമായി ഇഹലോകമുൾപ്പെടെ 6 പ്രപഞ്ചങ്ങളെ അഥവാ സമാവത്തുകളെ വിന്യസിച്ചിരിക്കുന്നതായി അല്ലാഹു വെളിപ്പെടുത്തുന്നു. ഹൂദ് 7. وهو الذي خلق السماوات والأرض في 6 أيام. 6 യൗമുകൾക്കുള്ളിൽ അഥവാ സമയക്രമങ്ങൾക്കുള്ളിൽ ഭൂമി സമവാത്തുകളെ സൃഷ്ടിച്ചത് അവനാണ്. ഭൂമി കേന്ദ്രമായുള്ള ഈ സമയപ്രപഞ്ചങ്ങൾ അവൻ്റെ മുൽക്കുകളാണ്. അവയുടെ നൂറാണ് അല്ലാഹു. അന്നൂർ 35. അല്ലാഹു നൂറു സമാവാതി വൽ അർദ്. ആലമുൽ അർവാഹ് എന്ന നൂറിൻ്റെ സൃഷ്ടിലോകവും അതിൽ നിന്നുള്ള 6 മുൽക്കുകളും ചേർന്നതാണ് 7 സമവാത്തുകൾ. അനാദിയിലെ സൃഷ്ടിലോകത്തിൽ റഹ്മാൻ റഹീമിൻ്റെ ഇരട്ട റഹ്മത്തുകൾ നൂറിൽ ഒന്നിക്കുന്നു. എന്നാൽ മുൽക്കുകളിൽ നൂറ് വിഭജിച്ചുണ്ടാകുന്ന സമയമെന്ന ബർസഖ് അഥവാ തടസ്സം ഒന്നായ റഹ്മത്തിനെ 2ആയി വേർപിരിക്കുന്നു. ആ റഹ്മാനിൻ്റേതും ആ റഹീമിൻ്റേതുമായ വേറിട്ട റഹ്മത്തിന് സമുദ്രങ്ങളാക്കുന്നു. നൂറ് സൃഷ്ടിക്കുന്ന യോമെന്ന സമയക്രമം
ആ റഹ്മാനിൻ്റെ റഹ്മത്തിനകത്താണ്. ആദി യോമിലെ മുൽക്കാണ് ഈ ദുനിയാവ്. സമയം നൂറിനെ മറയ്ക്കുന്നതിനാൽ ഇവിടെ ആ റഹീമിൻ്റെ റഹ്മത്തിന് സമുദ്രത്തിലെ ആഖിറം അദൃശ്യമാക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഇരു കരങ്ങളുടെ സ്ഥാനത്ത് ആ റഹ്മാനിൻ്റെ ഒരു കരം മാത്രമേ പ്രകടമാവുകയുള്ളൂ. റഹ്മാനിൻ്റെ കൈക്കുമ്പിളിലെ മുൽക്കുകളെയാണ് ആ റഹ്മാൻ സൂറത്ത് വിശദീകരിക്കുന്നത്. ആ റഹ്മാനിലെ മേൽ ആയത്തുകളിൽ ബാർസഖ് എന്ന വ്യക്തി നഫസിൻ്റെ മരണാനന്തര ലോകം മുൽക്ക് കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. ഇവിടെ ദുനിയാവിനും ആഖിറത്തിനുമിടയിലെ ബർസഖിൻ്റെ സ്ഥാനം നഫസിനുള്ളതാണ്. തൽഫലമായി രണ്ട് റഹ്മത്തിന് സമുദ്രങ്ങളും പ്രകടമാവുകയില്ല. അവിടെ ദുനിയാവിലെ തൻ്റെ നേട്ടക്കോട്ടങ്ങളും ആഖിറത്തിലെ പ്രതിഫലവും മൂടിവയ്ക്കപ്പെട്ടിരിക്കുന്നു. ബർസഖും ഇഹലോകവും റഹ്മാനിൻ്റെ കൈക്കമ്പിളിലെ മുൽക്കുകളാണ്, അഥവാ സമയപ്രപഞ്ചങ്ങളാണ്. ഇവ രണ്ടും അന്ത്യനാളിൽ ഇല്ലാതാവും. റഹ്മാൻ 26-27. കുല്ലുമൻ അലൈഹാ ഫാൻ, അവയിലുള്ളതൊക്കെയും ഇല്ലാതാവും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, മഹാനും ഗംഭീരനുമായ നിന്റെ നാഥൻ്റെ മുഖം മാത്രമാണ് അവശേഷിക്കുക. അന്ത്യനാളിൽ റഹ്മാൻ തൻ്റെ റഹ്മത്തിൻ കരം പിൻവലിക്കും. അതോടെ ആ കയ്യിൽ രണ്ട് മുൽക്കുകളും ഇഹലോകവും ബർസഖും അവയ്ക്കുള്ളിലുള്ളതൊക്കെയും ആലമൽ പ്രവാഹിലെ റഹ്മത്തിൽ ലയിച്ച് അപ്രത്യക്ഷമാവും. അവൻ്റെ കരത്തിന് പകരം മഹ്ശറയിലെ ദുൽ ജലാലി വൽ ഇക്റാമായ അല്ലാഹുവിൻ്റെ മുഖം പ്രത്യക്ഷമാവും. ദുൽ ജലാലി വൽ ഇക്റാം എന്നത് നരക സ്വർഗങ്ങളുടെ പ്രതിഫലദാതാവായ അല്ലാഹുവിൻ്റെ നാമമാണ്. ആ റഹ്മാൻ സൂറത്തിലെ മേൽ 26-27 ആയത്തുകൾ മഹ്ശറ എന്ന 4-ാം സമാനെ അഥവാ ലോകത്തെ സൂചിപ്പിക്കുന്നു. അൽ-ഫാത്തിഹയിലെ 4 സമവാത്തുകൾ. അൽ-ഫാത്തിഹയിൽ 7 സമവാത്തുകൾ അടങ്ങിയിരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആദ്യ വചനത്തിൽ അന്നൂറായ സ്രഷ്ടാവ് ഇരു റഹ്മത്തുകൾക്കിടയിലാണ്. ഈ വചനം അനാദിയിലെ സൃഷ്ടിയായ അലമൽ അർവാഹിനെ അടയാളപ്പെടുത്തുന്നു. അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ഇഹലോകം നൂറിൻ്റെ ജ്ഞാനവൈവിധ്യം പ്രസരിപ്പിക്കുന്നു. ഈ മഹാസമയക്രമത്തിനുള്ളിൽ ചെറുതും വലുതുമായ പരസ്പര പൂരകങ്ങളായ എണ്ണമറ്റ സമയലോകങ്ങളുണ്ട്. അവയിൽ പടച്ചവൻ തൻ്റെ സൃഷ്ടികൾക്ക് അഭയമൊരുക്കുന്നു. സർവ്വലോകങ്ങളുടെയും പരിപാലകനായ റബ്ബിനെ സകല സൃഷ്ടിജാലങ്ങൾക്കുമൊപ്പം നവസ് സ്തുതിക്കുന്നതാണ് അൽ-ഫാത്തിഹയുടെ 2-ാമത്തെ ആയത്ത്. അത് ആദ്യ മുൽക്കായ ഈ ദുനിയാവിനെ 2-ാം സമാനെ കുറിക്കുന്നു. അൽ-ഫാത്തിഹയുടെ 3-ാം ആയത്തായി
ആദ്യ ആയത്തിലെ റഹ്മാൻ റഹീമിനെ ആവർത്തിച്ചിരിക്കുന്നു. ബിസ്മില്ലാഹിയുടെ അഭാവം സക്രിയ സൃഷ്ടിക്ക് നിദാനമായ നൂറിൻ്റെ അഭാവത്തെയാണ് കാണിക്കുന്നത്. തൽഫലമായി നഫ്സിൻ്റെ ഇരു റഹ്മത്തുകൾ നിശ്ചലമാക്കപ്പെട്ടിരിക്കുന്നു. നഫ്സിന് ഇനി അമലുകൾ സാധ്യമല്ല. ആഹാരമാകട്ടെ അജ്ഞവും. ഈ മൂന്നാം ആയത്ത് ഒരു വ്യക്തിയുടെ മൂന്നാം സമമായ ബർസഖ് എന്ന മരണാനന്തര ലോകത്തെ അടയാളപ്പെടുത്തുന്നു. അന്ത്യനാളിനെ തുടർന്നുള്ള മഹ്ശർ എന്ന ഏക പകൽ സമയ ലോകമായ നാലാമത്തെ സമവായത്തിന് മൂന്നാം മുൽക്കിന് അൽ ഫാത്തിഹയുടെ നാലാം ആയത്ത് മാലിക് യൗമിദ്ദീൻ അടയാളപ്പെടുത്തുന്നു. അൽ മുൽക്ക്, യാസീൻ എന്നീ സൂറത്തുകളിലെ മുൽക്കുകൾ. അൽ മുൽക്ക് 1. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആരുടെ കയ്യിലാണോ മുൽക്ക് അഥവാ സമയലോകം, അവൻ മഹത്വത്തിനുടമയത്ര. അവൻ എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ്. തൻ്റെ ആദ്യഗേഹമായ അഅലമുൽ അർവാഹിൽ നിന്ന് നൂറിൻ്റെ പുതപ്പണിഞ്ഞ് നഫ്സ് ഭൂമിയിലെത്തുന്നു. ഭൂജാതനാവുന്ന ഇൻസാൻ എന്ന നഫ്സ് തൻ്റെ ഉൾക്കണ്ണുകൊണ്ട് ഈ അത്ഭുത പ്രപഞ്ചത്തെ ദർശിക്കുന്നു. അതിൻ്റെ നാഥനെ സ്തുതിക്കുന്നു. നൂറിൽ ഒന്നായ റഹ്മത്തിനെ സമയമെന്ന ബർസഖ് വിഭജിച്ച് രണ്ടാക്കുന്നു. അതിലൊന്നായ റഹ്മാനിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ ഒരു കൈക്കുമ്പിളാണ്, അഥവാ റഹ്മത്തിൻ കരമാണ്. ആ കൈക്കുമ്പിൾ മുൽക്കുകളെന്ന സമയലോകങ്ങളെ അന്നൂറിൻ്റെ അഅലമുൽ അർവാഹിൽ നിന്ന് വേർതിരിക്കുന്നു. നാം ഉൾപ്പെടുന്ന ഈ മുൽക്ക് നൂറിൻ്റെ പ്രവർത്തനത്തിലൂടെയുണ്ടായ ഭൂതകാലത്തിനുള്ളിലെ സൃഷ്ടിയാണ്. അത് റഹ്മാനിൻ്റെ റഹ്മത്തിനുള്ളിൽ ചുരുളഴിക്കപ്പെട്ട ഖദറാണ്. ഭൂതകാലമെന്ന കാലം, സമയം റഹീമിൻ്റെ റഹ്മത്തിനെ റഹ്മാനിൻ്റെ റഹ്മത്തിൽ നിന്ന് വേർപെടുത്തി വയ്ക്കും. റഹീമിൻ്റെ റഹ്മത്തിനുള്ളിലാണ് ഭാവി എന്ന ആഖിറ അഥവാ പ്രകടരൂപം കൈവരിക്കുവാൻ ശേഷിക്കുന്ന ഖദർ. രണ്ട് റഹ്മത്തിനുമിടയിൽ ഖദർ ചുരുളഴിക്കപ്പെടുന്നു. അവിടമാണ് സൃഷ്ടിക്ക് രൂപം കൊടുക്കുന്ന നൂറിൻ്റെ വർത്തമാന ഇടം, അന്നൂറിൻ്റെ ക്രിയാത്മക ഇടം. റഹ്മാനിൻ്റെ റഹ്മത്തിനുള്ളിലെ ഭൂതകാലം ഭാവി വർത്തമാനങ്ങളെ നിർണയിക്കുന്ന നൂറിനെ ആദർശമാക്കുന്നു. അൽ മുൽക്ക് സൂറത്തിലെ ആദ്യ വചനം യാസീൻ സൂറത്തിലെ അവസാന വചനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നത് ഈ മുൽക്കിൽ ഭൂജാതനാവുന്ന നഫ്സിൻ്റെ പ്രകീർത്തനമാണെങ്കിൽ, കൃതാർത്ഥനായ സ്വർഗസ്ഥ നഫ്സിൻ്റെ അള്ളാഹുവിനോടുള്ള സ്തുതിയാണ് യാസീൻ. യാസീൻ 81 അവസാനത്തെ വചനം. ഫസുബ്ഹാനല്ലദീ ബിയദിഹിൽ മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി
തുർജഅൂന. ആരുടെ കയ്യിലാണോ മുൽക്കുകൾ, അവൻ എത്ര പരിശുദ്ധൻ, അവൻ്റേതാണ് സകല തീരുമാനങ്ങളും, അവൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ മടങ്ങിച്ചെല്ലുന്നത്. തബാറക്കല്ലതിയിൽ അബ്രഹാമിൻ്റെ കയ്യിൽ ഒരു മുൽക്കാണ് ഉണ്ടായിരുന്നതെങ്കിൽ യാസീനിലെ അവൻ്റെ കയ്യിൽ പല മുൽക്കുകൾ മലക്കൂത്ത് കടന്നു വന്നിരിക്കുന്നു. അവൻ്റെ അനുഗ്രഹീത ദാസൻ താണ്ടിയ 3 അതിലധികമോ ആയ മുൽക്കുകളാണ് ആ കയ്യിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും പരമമായ മുൽക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരത്ത് എത്തിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.